കേരളത്തിൽ രണ്ടിടത്തെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സംസ്ഥാന ബി.ജെ.പി. നേതൃത്വത്തെയും സംസ്ഥാനത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഉയർന്നു വരാൻ ആഗ്രഹിക്കുന്ന നേതാക്കളെയും ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്ന് തൃശ്ശൂരിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയും വിജയുമായ നിയുക്ത എം.പി. സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി എങ്ങനെയാണ് ജയിച്ചത്? എന്താണ് സുരേഷ് ഗോപിയിൽ നിന്ന് പാഠം പഠിക്കാനുള്ളത്? അതാണ് ആദ്യം പറയുന്നത്. സുരേഷ് ഗോപി അവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, പരാജയപ്പെടുന്നു. ഏതാണ്ട് 1.25 ലക്ഷത്തോളം വോട്ടിന് പിന്നിലാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപി അവിടെ നിന്ന് വിട്ടുപോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. വീണ്ടും ഒരു ശ്രമം കൂടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, പക്ഷേ പരാജയപ്പെടുന്നു. ഒരു സിനിമാ നടൻ എന്നൊക്കെയുള്ള നിലയിൽ 2 തുടർച്ചയായ പരാജയങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ അദ്ദേഹം പിൻവാങ്ങാം, ഇനി ഞാൻ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ് പിൻവാങ്ങാവുന്ന ഒരു സാഹചര്യമേ ഉള്ളൂ. മറ്റ് ബി.ജെ.പി. സംസ്ഥാനത്തെ നേതാക്കളെ പോലെ അല്ലല്ലോ, അവർ തുടർച്ചയായ പരാജയങ്ങൾക്ക് ശേഷം എത്രയോ പരാജയങ്ങൾക്ക് ശേഷം വീണ്ടും വീണ്ടും മത്സരിക്കുന്നവരെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. രാജഗോപാലൊക്കെ ഒരുപക്ഷെ മത്സരിച്ച് റെക്കോർഡിട്ട ആൾ തന്നെയാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും. തോൽവിയിൽ റെക്കോർഡിട്ട ആളുകൾ ഒരുപക്ഷെ ബി.ജെ.പി. നേതാക്കളുടെ അത്രയും മറ്റാരും ഉണ്ടാകില്ല. കാരണം അവർക്ക് സംസ്ഥാനത്ത് ഇതുവരെ കാര്യമായി വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. നേമത്തും ഇപ്പോൾ തൃശ്ശൂരിലും മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. സുരേഷ് ഗോപി തോൽവിക്ക് ശേഷം പിന്നെ എന്താണ് ചെയ്തത് എന്നാണ് സംസ്ഥാനത്തെ ബി.ജെ.പി. നേതാക്കൾ, ഓരോ നേതാക്കളും പഞ്ചായത്തിലടക്കം മത്സരിക്കുന്നവർ പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. സുരേഷ് ഗോപി അവിടെ നിന്ന് തൃശ്ശൂരിനെ വിട്ടുപോയിട്ടില്ല എന്നുള്ളതാണ്. തൃശ്ശൂരിൻ്റെ ഓരോ പോക്കറ്റുകളിലും അദ്ദേഹം എത്തി. ഓരോ ഘടകങ്ങളും, തൃശ്ശൂരിൽ എന്തൊക്കെ സാമുദായിക ഘടകങ്ങളാണുള്ളത് അതെല്ലാം അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതിനൊക്കെ മുൻപ് സുരേഷ് ഗോപി എന്ന മനുഷ്യൻ കേരളത്തിൻ്റെ എല്ലാ കോണുകളിലും എത്തി അദ്ദേഹം സാധാരണ മനുഷ്യരെ സഹായിക്കുന്നുണ്ടായിരുന്നു. അതൊന്നും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടിയാണ് എന്ന് ഇപ്പോഴും കരുതുന്നില്ല. കാരണം അദ്ദേഹം കെ കരുണാകരനുമായി അടുത്ത് നിൽക്കുന്ന കാലത്തും കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് രോഗം ബാധിച്ച കുട്ടികളെ സ്കൂളിൽ നിന്ന് പ്രതിഷേധമുണ്ടായപ്പോൾ കൊല്ലത്ത് അതിനെല്ലാം ചേർത്ത് നിർത്തിയ സുരേഷ് ഗോപിയെ നമുക്കറിയാം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അത്തരം പ്രവർത്തനങ്ങളൊന്നും ഒരു രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് എന്ന് ഇപ്പോഴും കരുതുന്നില്ല. തൃശ്ശൂരിൽ അങ്ങനെ ചെയ്തതും അങ്ങനെയാണെന്ന് കരുതുന്നില്ല. പക്ഷെ അദ്ദേഹം ചെയ്ത മറ്റു കുറേ കാര്യങ്ങളുണ്ട്. തൃശ്ശൂർ മാർക്കറ്റിന് വേണ്ടി അദ്ദേഹം നടത്തിയ സഹായം, പ്രത്യേകിച്ച് ഏറ്റവും ഒടുവിൽ തൃശ്ശൂരിൻ്റെ ഒരുപക്ഷെ ഇടതുപക്ഷമാണ് നഗരസഭ ഭരിക്കുന്നത്, അതിൻ്റെ ചെയർമാൻ പോലും സുരേഷ് ഗോപി നടത്തിയ ശ്രമങ്ങളെ അദ്ദേഹം പോസിറ്റീവായി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഉയർത്തി പറയുകയും ചെയ്തതാണ്. കോടിക്കണക്കിന് രൂപ അവിടെ സഹായമായി അദ്ദേഹം നൽകാൻ നടത്തിയ ഇടപെടൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. തോറ്റ ശേഷവും ഒരാൾ അവിടെ നിന്നുകൊണ്ട് ആ നാടിനെ സ്നേഹിക്കുന്നു എന്നുള്ളത് ആ നാട്ടിലെ മനുഷ്യർ കണ്ടു എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടില്ല, പക്ഷെ മറ്റൊന്നുള്ളത് പുലികളി സംഘങ്ങൾക്കുള്ള സഹായമാണ്. തൃശ്ശൂർ നഗരത്തിൽ തൃശ്ശൂരിനെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച് തൃശ്ശൂർ പൂരം വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ പുലികളി സംഘത്തിന് നൽകിയ സാമ്പത്തിക സഹായങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സാമ്പത്തിക സഹായങ്ങൾ അങ്ങനെ പലയിടത്തും പല പോക്കറ്റുകളിലും സുരേഷ് ഗോപി ഇറങ്ങിച്ചെന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങൾ കാണുക, ചാവക്കാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ അവർ മുസ്ലിം പോപ്പുലേഷനുള്ള സ്ഥലങ്ങളിൽ പലയിടത്തും അദ്ദേഹം ചെന്ന് അദ്ദേഹത്തെ അവിടുത്തെ സ്ത്രീകൾ വിളിച്ചിരുത്തി സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അവിടെ അതായത് ബി.ജെ.പിക്കാർ ആദ്യം മനസ്സിലാക്കേണ്ടത് കേവലം ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രം വോട്ട് കൊണ്ട് കേരളത്തിൽ വിജയിക്കാനാകില്ല. ഹിന്ദുത്വ പൊളിറ്റിക്സ് കൊണ്ട് മാത്രം കേരളത്തിൽ വിജയിച്ച് മുന്നോട്ട് പോകാനാകില്ല. കേരളത്തിലെ ഹിന്ദുക്കളിലടക്കം എടുത്തു പറയേണ്ടത് ഒരു വാദമുള്ള RSSകാർ പോലും മതേതരത്വത്തെ കളഞ്ഞുകുളിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറല്ല എന്നുള്ളതാണ്. മതേതരം ദൈവങ്ങളായ പ്രജകളെ നമിക്കുന്നു എന്നാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ച ഉടൻ നടത്തിയ പ്രസ്താവനയിൽ ആദ്യം പറഞ്ഞത്. അതായത് അവിടുത്തെ ക്രിസ്ത്യൻ വോട്ടുകൾ, മുസ്ലിം വോട്ടുകൾ, അതായത് എല്ലാ വിഭാഗം വോട്ടുകളെയും സമാഹരിക്കാൻ കഴിഞ്ഞാലേ അവിടെയൊക്കെ ഒരു ചെറിയ തോതിലെങ്കിലും തങ്ങളുടെ ബന്ധം ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ വിജയിക്കാൻ കഴിയൂ എന്ന യാഥാർത്ഥ്യമാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് കേരളത്തിലെ ബി.ജെ.പിക്കാരെ പഠിപ്പിക്കുന്നത്. വർഷങ്ങളായി CPM-ഉം ഒരുപക്ഷെ കോൺഗ്രസും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ്. CPM ഇതാ നോക്കൂ, മുസ്ലിം വോട്ടുകളിലേക്ക് കടന്നു കയറാൻ നടത്തുന്ന സൈക്കോളജി, ജോസ് കെ മാണിയെ ഒപ്പം നിർത്തി നടത്തിയ നീക്കങ്ങൾ, ഇതെല്ലാം ഓരോ രാഷ്ട്രീയ പാർട്ടിയും ജയിക്കാൻ വേണ്ടി നടത്തുന്ന കളികളാണ്. മധ്യ കേരളത്തിലെ ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യം വെച്ചാണ് ജോസ് കെ മാണി ഒപ്പം നിർത്തിയത്. CAA ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, അത് പിന്നീട് CPM-ന് എത്ര തിരിച്ചടിയായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പരിശോധിക്കാം. പക്ഷേ സമാന്തരമായി ഇപ്പോൾ മലപ്പുറത്തടക്കം സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തി PV അൻവറിനെയും ഉൾപ്പെടെ താനൂരിലും ഉൾപ്പെടെ പലയിടത്തും
CPM നടത്തുന്ന നീക്കങ്ങൾ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ എലക്ഷൻ പൊളിറ്റിക്സിൽ വിജയിക്കുക എന്നുള്ളത് കേരളത്തിലെ BJPക്കാർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് നിർത്തുക എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല ആ മണ്ഡലത്തിൽ വർഷങ്ങളായി നിൽക്കുകയും ചെയ്യണം. അങ്ങനെ പറയുമ്പോഴാണ് കേരളത്തിലെ മറ്റൊരു ഉദാഹരണമായി മുരളീധരൻ എന്ന നേതാവിലേക്ക് കൂടി നമ്മൾ പറഞ്ഞു വെക്കേണ്ടത്. മുരളീധരൻ ഇപ്പോൾ സുരേഷ് ഗോപി ഒരു സിനിമാ നടനാണ് എന്ന് പറയാം. അദ്ദേഹത്തിനുള്ള ജനപ്രീതി, അദ്ദേഹം വർഷങ്ങളായി ചെയ്ത സാമൂഹിക സേവന പ്രവർത്തനങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഒരു അടിത്തറയില്ലാത്ത ഒരു സാധാരണ ABVP പ്രവർത്തകനായും പിന്നീട് BJP നേതാവായും ഒക്കെ ഉയർന്നു വന്ന മുരളീധരൻ എന്ന നേതാവ് ആറ്റിങ്ങലിൽ കാഴ്ചവെച്ച പ്രകടനമാണ് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ക്ലാസിക്കായ പ്രകടനങ്ങളിലൊന്ന് എന്നുള്ളത് മറന്നു പോകരുത്. അതായത് സുരേഷ് ഗോപിയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാം, അത് സിനിമാ താരമാണ്, അദ്ദേഹത്തിൻ്റെ ജനപ്രീതിയൊക്കെ പറയാം. അങ്ങനെയൊന്നുമില്ല. മുരളീധരന് ഒരു BJPക്കാരൻ എങ്ങനെ ഒരു മണ്ഡലത്തിൽ വിജയിച്ച് കയറാം, അതിനെന്തു പണിയെടുക്കണം എന്ന് കൃത്യമായി കാണിച്ചു തന്ന നേതാവാണ് മുരളീധരൻ. BJPക്കാരെ സംബന്ധിച്ച് കഴക്കൂട്ടത്താണെങ്കിലും അദ്ദേഹം അവിടെ വീടെടുത്ത് അവിടെ താമസിച്ച് വർഷങ്ങൾ അവിടെ പണിയെടുത്ത് അവിടുത്തെ എല്ലാ വീടുകളുമായും പരമാവധി മരണം, കല്യാണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യത്തിനും ഇടപെട്ടിരുന്ന നേതാവാണ്. കേന്ദ്രമന്ത്രിയായ ശേഷം അദ്ദേഹം എല്ലാ ആഴ്ചയും തലസ്ഥാനത്തെത്തുകയും അവിടുത്തെ തീരമേഖലകളിൽ, ആറ്റിങ്ങലാണ് മത്സരിക്കുന്നത് എന്ന് ഉറപ്പു വന്നതോടെ അവിടുത്തെ തീരമേഖലകൾ കേന്ദ്രീകരിച്ച് എല്ലാ ആഴ്ചയും സന്ദർശനങ്ങൾ നടക്കുന്നു. കേരയിൽ വിഷയത്തിൽ നടത്തിയ ഇടപെടലുകൾ, വിദേശകാര്യ സഹമന്ത്രി എന്ന നിലയിൽ ആ മേഖലയിലെ ആകെയുള്ള മണ്ഡലങ്ങളിലെ ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെട്ടത്, വിവിധ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരെ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും നാട്ടിലെത്തിക്കാൻ നടത്തിയ ഇടപെടലുകൾ, ഇങ്ങനെ സമഗ്രമാണ്. ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ എങ്ങനെ പ്രവർത്തിക്കണം, അദ്ദേഹത്തെ കേന്ദ്രവാഴ എന്നൊക്കെയാണ് BJPക്കാർ തന്നെ പലരും വിശേഷിപ്പിച്ച് കണ്ടത്. യഥാർത്ഥത്തിൽ നിങ്ങൾ അവരോട് മാപ്പ് പറയേണ്ട, മുരളീധരനോട് മാപ്പ് പറയേണ്ടവർ കൂടിയാണ്. കാരണം അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് കാണിച്ച് തന്നു കഴിഞ്ഞു. കാരണം ഒന്നാമതുള്ള സ്ഥാനാർത്ഥിയുമായി കേവലം 15,000 വോട്ടിന്, അതായത് തിരുവനന്തപുരത്തെക്കാൾ ഏറ്റവും ബെറ്റർ മണ്ഡലമായി ആറ്റിങ്ങലിനെ മാറ്റിയെടുത്തു. ത്രികോണ ഫൈറ്റിൽ ഒട്ടും പിന്നിൽ പോകാതെ, അതും കാട്ടാക്കടയിലും ഒപ്പം തന്നെ ആറ്റിങ്ങലും ഒന്നാമതെത്തി. CPM 40,000 വോട്ടിന് മുന്നിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആറ്റിങ്ങൽ മുരളീധരൻ ലീഡ് എടുത്തു എന്ന് പറയുമ്പോൾ മുരളീധരൻ അവിടെ എടുത്ത പണി എന്ത് എന്ന് BJPക്കാർ അത് കണ്ടു നിന്ന് പഠിക്കേണ്ടതാണ്. അതായത് ഒരു മണ്ഡലത്തിൽ, നേരത്തെ ഞാൻ കഴക്കൂട്ടത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ, ആ മണ്ഡലത്തിൽ താമസിക്കുകയും ആ മണ്ഡലത്തിലെ ജനങ്ങളുമായി ഇടപെടുന്നു. എല്ലാത്തരം ജനങ്ങളുമായി ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ തീരമേഖലയിൽ അഞ്ചുതെങ്ങ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ അവിടെ ഫിഷറീസ് മന്ത്രിയെ കൊണ്ടുവരികയും അവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ അദ്ദേഹം നടത്തിയ നീക്കങ്ങൾ, അതായത് അവിടുത്തെ ക്രൈസ്തവ മുസ്ലിം വോട്ടുകളെ കൂടി അദ്ദേഹം ലക്ഷ്യം കണ്ടു എന്നുള്ളതാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ചെയ്തതിൻ്റെ സമാന്തരമായ മറ്റൊരു പാറ്റേൺ ആണ് മുരളീധരൻ ആറ്റിങ്ങൽ ചെയ്തത്. പ്രത്യേകിച്ച് BJPക്ക് വലിയ സാധ്യതയില്ലാത്ത സ്ഥലം, കഴിഞ്ഞ തവണ ശബരിമല ഉൾപ്പെടെയുള്ള വികാരമുണ്ടായപ്പോഴാണ് ശോഭാ സുരേന്ദ്രൻ 2 ലക്ഷത്തോളം വോട്ട് പിടിച്ചത്. ശോഭാ സുരേന്ദ്രൻ ഒരു അടിത്തറ പാകി എന്നുള്ളത് വസ്തുത തന്നെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ആ മണ്ഡലത്തിൻ്റെ സാധ്യത മുന്നിൽ നിന്നുകൊണ്ട് അവിടെ നിന്ന് പ്രവർത്തിക്കുകയും ആ മണ്ഡലത്തിൽ വിജയിച്ചു എന്ന് തന്നെ യഥാർത്ഥത്തിൽ പറയാൻ കഴിയുന്നൊരു പോരാട്ടം നടത്തിയ നേതാവ് കൂടിയാണ് മുരളീധരൻ. അതുകൊണ്ട് BJPക്കാർ പഞ്ചായത്തുകളിലടക്കം പ്രവർത്തിക്കേണ്ടവർക്ക് ഇതൊരു മാതൃകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ നാട്ടിലെ കോൺഗ്രസ്സുകാരും CPMകാരും കഷ്ടപ്പെട്ടാണ് പണിയെടുത്താണ് പല മണ്ഡലങ്ങളിലും ജയിക്കുന്നത്. BJPക്കാർ ഒരു കളക്ട്രേറ്റ് മാർച്ചിൽ പ്രസംഗിച്ചതുകൊണ്ടോ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ മാർച്ച് നടത്തി ജലപീരങ്കി ഏറ്റുവാങ്ങിയതുകൊണ്ടോ ഒന്നും കേരളത്തിൽ വിജയിക്കാൻ കഴിയില്ല. ഏതെങ്കിലും മണ്ഡലം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഓരോ നേതാവും നിങ്ങൾ നോക്കൂ, ഇപ്പോൾ തന്നെ കോൺഗ്രസിലും CPMലും എത്രയെത്ര നേതാക്കൾ ഓരോ മണ്ഡലത്തിലും പ്രാദേശിക തലത്തിൽ നിന്നുകൊണ്ട് ആ മണ്ഡലത്തിന് വേണ്ടി പണിയെടുക്കുന്നുണ്ട്. ആ മണ്ഡലം നേടിയെടുക്കാനും പിടിക്കാൻ, അങ്ങനെയാണ് ഇവരെല്ലാവരും ജയിച്ചു വരുന്നത്. അതുകൊണ്ട് പണിയെടുക്കാതെ ജയിക്കാമെന്ന് കരുതി ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു സ്ഥാനാർത്ഥി ആയി അവതരിച്ച് ജയിക്കാം എന്ന് നിങ്ങൾ കരുതുന്നതാണ്, അവിടെയാണ് BJP കേരളത്തിൽ തോറ്റുപോകുന്നത്. യഥാർത്ഥത്തിൽ പണിയെടുത്താൽ BJPക്ക് വോട്ട് ചെയ്യാനും കേരളത്തിൽ ആളുണ്ട്, BJP വിജയിപ്പിക്കാൻ ആളുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. എടുത്തു പറയേണ്ടത്
തിരുവനന്തപുരത്തെ കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ്. അവിടെ രാജീവ് ചന്ദ്രശേഖറും വളരെ കുറഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമാണ് അദ്ദേഹം എത്തുന്നത്, സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ശേഷം. പക്ഷേ എല്ലാ മേഖലയിലേക്കും അദ്ദേഹം കടന്നു ചെല്ലാനായി ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചു എന്നുള്ളത് കൊണ്ടാണ്. ഒ രാജഗോപാലിനെ പോലെയല്ല. ഒ രാജഗോപാൽ വർഷങ്ങളായി അവിടെ പ്രവർത്തിക്കുകയും ആ മണ്ഡലത്തിന് വേണ്ടി കാര്യങ്ങൾ എടുക്കുകയും ചെയ്തു. പക്ഷേ മണ്ഡലത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ ജനങ്ങൾ രാജീവ് ചന്ദ്രശേഖരനെ വിശ്വസിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തോൽവി കേവലം 16,000 വോട്ടിലേക്ക് ചുരുക്കിയത് എന്നുള്ളതാണ്. മറ്റൊരു സ്ഥാനാർത്ഥിയായി വേണമെങ്കിൽ കേരളത്തിൽ ജയിക്കാൻ കഴിയുന്ന ആളാണ് ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രനെ വിജയിപ്പിക്കാൻ കേരളത്തിലെ ഇപ്പോൾ ആലപ്പുഴ മണ്ഡലത്തിലടക്കം അവിടുത്തെ CPM-കാരുടെ വോട്ട് പോലും ശോഭയ്ക്ക് കിട്ടി എന്ന് പറയുമ്പോൾ ശോഭ പണിയെടുത്താൽ ജയിക്കും, ശോഭ അവിടെ ഒരു ജനസേവന കേന്ദ്രം തുടങ്ങുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ താഴെ തട്ടിൽ പണിയെടുക്കാൻ പഠിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിയും മുരളീധരനും രാജീവ് ചന്ദ്രശേഖറും ചെയ്തത് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഒന്നുമില്ലാത്ത തൃശ്ശൂരിലും ആറ്റിങ്ങലും നടത്തിയ ഇരുവരുടെയും പോരാട്ടം തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. BJP-ക്കാർക്ക് വേണമെങ്കിൽ കണ്ടു പഠിക്കേണ്ട പോരാട്ടം തന്നെയാണ് ഇത്. മറ്റുള്ള പാർട്ടികൾ നേതാക്കളൊക്കെ നേരത്തെ തന്നെ ചെയ്യുന്ന കാര്യം തന്നെയാണ് ഇത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യാനും താല്പര്യപ്പെടുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യണം, സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം. നന്ദി.